നമസ്കാരം. അങ്ങനെ ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് പൊറുതിമുട്ടി കേരളത്തിന്റെ മുകളിലുണ്ടായിരുന്ന കരിനിഴൽ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. കാർമേഘം നീങ്ങി. ഇനിയെങ്കിലും കേരളത്തിൽ നല്ല അന്തരീക്ഷമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, സ്വപ്നം കാണാം. അതല്ലേ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നാല് സമാധാനത്തിലിരിക്കുന്ന സമൂഹത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഒരിക്കലും സമാധാനം ചിലർ ആഗ്രഹിക്കുന്നില്ല. ചില സെപ്റ്റി ടാങ്കുകളുണ്ട്. ഈ സെപ്റ്റി ടാങ്ക് തുറന്നു കഴിഞ്ഞാൽ എന്താണ് വിഷയം? സെപ്റ്റി ടാങ്ക് തുറന്നു കഴിഞ്ഞാൽ ചുറ്റുവെള്ളം മുഴുവൻ നാറും. മറ്റുള്ളവർക്കും കൂടി ശല്യമാണ്, മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമാണ്. അപ്പൊ അങ്ങനെയുള്ള സെപ്റ്റി ടാങ്കുകളുടെ വാ അടച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. എന്നാൽ ചില സെപ്റ്റി ടാങ്കുകൾ വാ അടച്ചു വെക്കത്തില്ല. 24 മണിക്കൂർ അത് തുറന്നു വെച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത തോന്നിവാസം പറഞ്ഞ് മറ്റുള്ളവരെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണം. എന്നിട്ട് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് സമാധാനം എന്ന് പറയുന്നത് ഇഷ്ടമേ അല്ല. അവർ സ്വയം പറയുന്നത് അവർ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, കുടികൊള്ളുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് സമാധാനം എന്ന് പറയുന്നത് ഇഷ്ടമേ അല്ല. അതാണ് യാഥാർത്ഥ്യം. എങ്ങനെ സമാധാനം കെടുത്തണം, മറ്റുള്ളവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ നമ്പർ 1 പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഞാൻ പറയും. സത്യത്തിൽ അയാൾ എന്തിനാണോ ആ സമുദായത്തിന്റെ ഹെഡാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയാളെ കാരണം ആ സമുദായത്തിനോ ജനങ്ങൾക്കോ നമ്മുടെ നാടിനോ ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് നഗ്ന സത്യം. എന്തെങ്കിലും ഒരു ഉപകാരമെങ്കിലും ഒന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ. ഇങ്ങനെ വെറുതെ തിന്നും കുടിച്ചും ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. വെറുതെ അവിടെ എവിടെയൊക്കെ നിന്ന് ആവശ്യമില്ലാതെ ഓരോരോ വൃത്തികെട്ട വാക്കുകൾ പറയും, മാധ്യമങ്ങളുടെ മുമ്പിൽ വരും. എപ്പോൾ വാ തുറന്നു കഴിഞ്ഞാലും വിവാദമാണ്. എനിക്ക് ഇപ്പൊ കുറെ നാളുകളായിട്ട് അയാൾ വാ തുറക്കുന്നത് തന്നെ മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രമാണ് വാ തുറക്കുന്നത്. ഇപ്പൊ അയാളുടെ പ്രധാന പ്രശ്നം വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് മുസ്ലിം ലീഗിലുള്ള ആൾക്കാർ മന്ത്രിയായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ മന്ത്രിയായി മാറിയിട്ടുണ്ട്. അവരെ മന്ത്രിയാക്കിയതേ ചുമ്മാതല്ല. അവരെ വൻ ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്. അവർ നിന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ ജയിച്ചു. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരെയാണ് മന്ത്രിയാക്കേണ്ടത്. അല്ല ജനങ്ങൾ ആഗ്രഹിക്കാതെ നിന്നെ പോലെയുള്ളവരെ മന്ത്രിയായിട്ട് പിടിച്ചിട്ട് എത്താൻ പറ്റുമോ? ഇയാളെ പോലെയുള്ളവരെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ എന്തുവാകും? ഇപ്പൊ തന്നെ ഒരു ഗുണവും ഇല്ല. അപ്പൊ മന്ത്രിയും കൂടി ആക്കി കഴിഞ്ഞാലോ MLA എങ്കിലും ആകുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ കടന്ന് അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കുന്നത്? ഇപ്പൊ മുസ്ലിം ലീഗിനെതിരെ പുതിയ ആരോപണവുമായിട്ട് ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏതായാലും പുതിയ ആരോപണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കേൾക്കാം. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലിലാണ് കടുത്ത വിമർശനം. മുന്നണി അധികാരത്തിലേറും മുൻപേ ലീഗ് കേരളം ഭരിച്ചു തുടങ്ങി. ലീഗിനെ എതിർക്കുന്നവരെയെല്ലാം മുസ്ലിം വിരുദ്ധരാക്കി. താൻ എതിർത്തത് ലീഗിന്റെ ാണ്. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന് യോഗനാഥം എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ലെബി സജീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി ലെബി സജീന്ദ്രൻ. വെരി ഗുഡ് മോർണിംഗ് ലെബി. വെള്ളാപ്പള്ളി നടേശൻ അടങ്ങുന്നില്ല, തുടരുകയാണ്. മുസ്ലിം ലീഗിനെതിരെയുള്ള അറ്റാക്കാണ്. ഒരു നിമിഷം തുടരുകയാണ്. വെള്ളാപ്പള്ളി നടേശനാണ് യഥാർത്ഥത്തിൽ CPM ഇത്രയും അധികം ഡാമേജ് ഉണ്ടാക്കിയതെന്നാണ് പുറത്തുള്ള നിരീക്ഷണം. കാരണം അത് മുസ്ലിം ലീഗിനെയല്ല, മലബാർ എന്ന പ്രദേശത്തെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിൽ ആയിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ വീണ്ടും ലീഗിനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണോ വെള്ളാപ്പള്ളി യോഗനാഥത്തിലൂടെ? എന്നാണ് യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ പറയുന്നത് വെള്ളാപ്പള്ളി? ലെബി സുചിന്ദ്രൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. യോഗനാഥം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന ലക്കം എഡിറ്റോറിയലാണ്. അതിരൂക്ഷ വിമർശനം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ, യോഗനാഥത്തിന്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇയാൾക്കിത് എന്തിന്റെ കേടാണോ എന്തോ. നല്ല രീതിയിൽ എങ്ങനെങ്കിലും ഒരു മന്ത്രിസഭ മുന്നോട്ട് പോകട്ടെ എന്നല്ല ഇവരുടെയൊക്കെ ചിന്ത. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രതിനിധികളും മന്ത്രിസഭയിൽ ഉണ്ടാവണം. എങ്കിലേ അവിടെ ഒരു ഇക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? കേരളം എന്ന് പറയുന്നത് ഒരു മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കുത്തകയൊന്നുമല്ല. എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും വളരെ ഭംഗിയായിട്ട് ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും, അതായത് എല്ലാ സ്ഥലത്തു നിന്നുള്ള പ്രതിനിധികളും മന്ത്രിസഭയിലേക്ക് ഉണ്ടാകണം. എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പ്രതിനിധികളും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഇക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. മുഴുവൻ മന്ത്രിമാര് ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇക്വാളിറ്റി ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമാണെന്നുണ്ടെങ്കിൽ ഇക്വാളിറ്റി ഉണ്ടാകുമോ? ഇല്ല. 3 മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പ്രതിനിധികളും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ബാലൻസ് നടക്കത്തുള്ളൂ. എങ്കിലേ എല്ലാ ആൾക്കാർക്കും എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇയാൾക്ക് എന്തുവാടെ ഇത്ര കടി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറൊരു വിദഗ്ധന്റെ പ്രസംഗം ഞാൻ കേട്ടായിരുന്നു. അതായത് വെള്ളാപ്പള്ളിക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ലീഗുകാരുടെ അവയവങ്ങളൊക്കെ വെട്ടുവത്രേ.
അത് എനിക്ക് തുറന്നു പറയാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് വന്ന് ഭീഷണിയൊന്നും മുഴക്കരുത് കേട്ടോ. അവരങ്ങ് നിന്ന് തരാൻ പോവല്ലേ. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് ജനാധിപത്യപരമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന നാടാണ്. അല്ലാതെ അങ്ങ് പണ്ടത്തെ ജാമ്പവാന്റെ കാലത്തുള്ള നഗരമൊന്നുമല്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആൾക്കാരെ വകവരുത്തൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഭീഷണി വരെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. ഇയാളെയൊക്കെ എന്തോ ചെയ്യാനാണ്? പണ്ട് രാജാവിന്റെ കാലഘട്ടത്തിൽ, രാജാക്കന്മാര് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് നാടിനെതിരെയോ രാജാവിനെതിരെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് നാട് കടത്തിവിടും. ഇതുപോലുള്ളവര് നാടിന് തന്നെ ദോഷമാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ളവരെ നാട്ടിൽ വെച്ച് പൊറുപ്പിക്കുന്നത് തന്നെ നാട്ടുകാർക്കും ചുറ്റുമുള്ളവർക്കും ഒക്കെ ദോഷമാണ്. ഇവരെയൊക്കെ നാട് കടത്താൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഈ നമ്മുടെ ഫോണിലാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്പ് നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അതുപോലെ ഇത്തരക്കാരെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ എപ്പോഴേ അൺഇൻസ്റ്റാൾ ചെയ്തേക്കണേ. ഈ ഇലക്ഷനിൽ നമ്മൾ ജയിപ്പിക്കുന്നത് പോലെ ഇവരെയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴേ ചെയ്യായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റീഷ്യന്മാർക്കും ഒരു ഇത് വേണം. ഇന്നയാള് പൊളിറ്റിക്സിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇന്നയാള് സമൂഹ കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു എലക്ഷൻ വേണമായിരുന്നു. അതും തിരഞ്ഞെടുക്കണം. ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇന്നയാളെ പൊളിറ്റിക്സിൽ വേണ്ട, അല്ലെങ്കിൽ ഇന്നയാള് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ഒരു കാര്യവും പറയണ്ട. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് എപ്പോഴേ ഈ പൊളിറ്റിക്സിൽ നിന്ന് തന്നെ പടിയിറക്കാമായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിലേ ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് മറ്റ് ജനങ്ങളുടെ ഉള്ളിലും കൂടി ഒരു വെറുപ്പ് സൃഷ്ടിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് മന്ത്രിസഭയിൽ കയറി കഴിഞ്ഞാൽ എന്തോ വലിയ ആപത്ത് കേരളത്തിൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് ഈ ഒരു അടുത്തിടെയായിട്ട് ഈ വ്യക്തി പറയുന്നത്. ഈ വ്യക്തി മാത്രമല്ല, വേറെ കുറെ വ്യക്തിമാരും പറയുന്നുണ്ട്. ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം? നമ്മുടെ നാട്ടിലെ ഏതൊക്കെ സമൂഹമുണ്ടോ, ഏതൊക്കെ സമുദായമുണ്ടോ അവരുടെയൊക്കെ പ്രതിനിധികൾ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഈക്വൽ ബാലൻസിങ് ഓഫ് പവർ നടക്കത്തുള്ളൂ. എല്ലാവരുടെ അടുത്തേക്കും എല്ലാം ചെല്ലുന്നുണ്ടോ എന്ന് പ്രൊവൈഡ് ചെയ്യണ്ടായോ? ഇപ്പം ആദിവാസി സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിനിധി എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം എന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മളെ സ്ത്രീകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾക്കാർ മന്ത്രിസഭയിൽ വേണം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, എല്ലാ സമുദായത്തിൽ നിന്നും, സമൂഹത്തിന്റെ ഓരോ കോണിൽ നിന്നുമുള്ള ആൾക്കാർ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു കറക്റ്റ് ബാലൻസിങ് ഓഫ് പവർ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇവിടെ കടന്ന് ഒരു വിവരവും ഇല്ലാതെ ഒരാള് മൈക്കിങ് കൊണ്ട് വരുമ്പോഴത്തേനും അയാളുടെ അടുത്ത് ചെലയാണ്. വാ തുറക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള സെപ്റ്റി ടാങ്കുകളുടെ അടുത്തൊന്നും മൈക്ക് കൊണ്ട് ചെല്ലാതിരിക്കുക, അവരുടെ ഒന്നും പ്രതികരണം റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. ഇതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ്. എപ്പോഴാണോ വളരെ സമാധാനത്തോടു കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഈ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്, അപ്പം മാത്രമേ സമൂഹത്തിന് ഉപകാരമുള്ളൂ. എപ്പോഴാണോ ആൾക്കാരുടെ ഉള്ളിൽ മതചിന്തയും ആവശ്യമില്ലാത്ത ഇപ്പൊ സമുദായ ചിന്തയും ഒക്കെ കടന്നുകൂടുന്നത്, എപ്പോഴാണോ അത് ഡൊമിനന്റ് ആകുന്നത്, അന്ന് മുതൽ ആ സമൂഹം നശിക്കും.